മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രം 4-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷൻ നമുക്ക് ചുഴലിക്കൊടുങ്കാറ്റ് പോലെയാണ് കാണാൻ കഴിയുന്നത്. വെറും 50 മണിക്കൂറിൽ 50 കോടി കടന്ന ഈ ഒരു ചിത്രം ഇതാ പിന്നെയും കുതിച്ചു പായുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. 4 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം. 3 ദിവസത്തെ കളക്ഷൻ, അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ, കേരള, തെലുങ്ക്, ഔട്ട്സൈഡ് ഇന്ത്യ തുടങ്ങിയ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും ചാനൽ അതിനു മുമ്പേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മാജിക് ഫിഗറിലേക്ക് എത്തുക എന്നുള്ളത്. 10,000 ഒന്നുമല്ല, 1,00,000 മുകളിലേക്കുള്ള സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഇനി കാര്യങ്ങളിലേക്ക് വരാം. ഇന്നത്തെ കളക്ഷൻ ആളിപ്പടരുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ്. ഒരു വർക്കിംഗ് ഡേയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നോക്കി അങ്ങനെ ഡീറ്റെയിൽ ആയി വരാം. 2011ഓളം ഷോകളാണ് ഞായറാഴ്ച സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം 2,300 മുകളിലുള്ള ഷോകളെങ്കിലും ഉണ്ടാകുമെന്നുള്ളത്. ഇവിടെ ട്രാക്കേഴ്സ് പറയുന്നു 4,98,319 ടിക്കറ്റുകളാണ് വിറ്റുപോയത്, അല്ലെങ്കിൽ അവർ ട്രാക്ക് ചെയ്തതെന്ന്. സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് 8 കോടിയോളമാണ് ട്രാക്കേഴ്സ് പറയുന്ന എൻഡ് ഓഫ് ഡേ കളക്ഷനായി പറയുന്നത്. അതായത് ട്രാക്ഡ് കളക്ഷൻ തന്നെ 8 കോടി എന്ന് പറയുമ്പോൾ അത് ലിയോയുടെ കളക്ഷനെയും തകർത്തിരിക്കുന്നു ട്രാക്കിങ്ങിലൂടെ. അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ലിയോ നേടിയത് 8.10 കോടിയാണെങ്കിൽ ഈ ഒരു സിനിമ 8 കോടി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നത്തെ അല്ലെങ്കിൽ 3-ാം ദിവസത്തെ ഞായറാഴ്ചത്തെ കളക്ഷൻ എന്ന് തന്നെ പറയാം. 94% ട്രാക്കേഴ്സ് പുറത്തുവിട്ട ആ ഒരു ഒക്യുപ്പൻസി എങ്കിൽ നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ 95% സിനിമയുടെ ഒക്യുപ്പൻസി, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആദ്യ ദിനം സിനിമ നേടിയത് ഈ പറഞ്ഞ പോലെ 1,434 ഷോകളായിരുന്നു. അതിനകത്തിൽ നിന്ന് 3 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തു. ട്രാക്കേഴ്സ് പറഞ്ഞു 4,80,00,000 രൂപ വന്നു, 75% ഒക്യുപ്പൻസി എന്ന്. 2-ാം ദിവസം 1,800 മുകളിലുള്ള ഷോകൾ പറഞ്ഞു 4,21,000 ജനങ്ങൾ ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്നു. അതുകൂടാതെ 6,70,00,000 രൂപയാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ. ഈ ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ എന്ന് പറയുന്നത് അതല്ല എക്സാക്റ്റുള്ള ഫിഗർ, അവർ ട്രാക്ക് ചെയ്ത കളക്ഷനാണ്. എപ്പോഴും അതിന് മുകളിലാണ് കളക്ഷൻ വരുന്നത്. 87% ഒക്യുപ്പൻസി ആയി വന്നത്. അങ്ങനെ മൊത്തം 5,246 ഷോകളിൽ നിന്ന് 12 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയും 20 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ബാക്കിയുള്ള കളക്ഷൻ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് വരാം. എന്തായാലും ഡേ 1 സിനിമയ്ക്ക് ലഭ്യമായത് 16,60,00,000 രൂപയായിരുന്നു വേൾഡ് വൈഡായിട്ട് സിനിമ നേടിയത് എന്ന് തന്നെ പറയാം. 2-ാം ദിവസം അത് 24.5 കോടി, അങ്ങനെ 41 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് 41 കോടി രൂപയാണ് സിനിമയ്ക്ക് 2 ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞത്. 3-ാം ദിവസമായ ഞായറാഴ്ച മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 8 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ വന്ന സിനിമ വേൾഡ് വൈഡായിട്ട് 27.5 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മൊത്തം സിനിമ 69 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ കാര്യങ്ങളുമൊക്കെ വരുമ്പോഴത്തേക്ക് 70 തൊട്ട് 71 കോടി വരെ എത്താനുള്ള ഏറെയും ചാൻസുകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത്രത്തോളം ഗംഭീരമായിട്ടാണ് സിനിമയുടെ കളക്ഷൻ കുതിച്ചു പായുന്നത്. ഇതിനിടയിൽ USA നിന്ന് മാത്രമായി സിനിമ $500,000 നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. 50 മണിക്കൂറിൽ 50 കോടിയും നേടി സിനിമ പുതിയ ചരിത്രം സൃഷ്ടിക്കുമ്പോൾ അവിടെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് ചെല്ലാം. നമുക്ക് 2-ാം ദിവസം സിനിമ USA നിന്ന് മാത്രം നേടിയത് $2,990,000 എന്നുള്ളതാണ്. അത് 150 ലൊക്കേഷൻസിൽ നിന്നാണ് നേടിയത്. കാനഡയിൽ നിന്ന് മാത്രം $231,000 സിനിമ നേടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യം അതിഗംഭീരമെന്ന് തന്നെ പറയാം. അതായത് ഒരു പക്ഷേ 2 ദിവസത്തിനുള്ളിൽ 2 ദിവസം കൂടെ കഴിയുമ്പോൾ സിനിമ നമുക്ക് കാണാൻ കഴിയും $1,000,000 നേടിയത്. ഇതിനോടകം തന്നെ സിനിമ ഈ 4-ാമത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നു 85 കോടിയിലേക്ക് എത്തും എന്നുള്ളത്. അതായത് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികം ഇടിവുണ്ടാകും. എന്നിരുന്നാലും വേൾഡ് വൈഡായിട്ട് 14-15 കോടി ഉണ്ടാകുമെന്നുള്ളതിന് സംശയങ്ങൾ ഒന്നുമില്ല. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ ആദ്യ ദിനം 1,03,00,000 രൂപയാണ് നേടിയതെങ്കിൽ 2-ാം ദിവസം 2,45,00,000 നേടുകയും 3-ാം ദിവസം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 3,10,00,000 രൂപയോളമാണ്. മൊത്തം 6.5 കോടിയോളമാണ് സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി 3 ദിനം കൊണ്ട് നേടിയിരിക്കുന്നത്. അതും ഒരു ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. തുടരെയുള്ള 2-ാമത്തെ 100 കോടിയിലേക്ക് മോഹൻലാൽ സിനിമ എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കുതിപ്പ്
കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നമ്മൾ ആദ്യ ദിനം നേടിയത് 5.4 കോടിയാണെങ്കിൽ രണ്ടാം ദിനം നേടിയത് 7.1 കോടിയാണ്. മൂന്നാം ദിവസമായി ഇതുവരെ വന്നിരിക്കുന്ന കണക്കുകൾ 8.3 കോടി നേടിയെന്നുള്ളതാണ്. അതായത് കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ 20-21 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. എക്സാക്ട് ഫിഗർ അല്ല, ഇത് ട്രാക്ഡ് ഫിഗറുകളിൽ നിന്ന് തന്നെ പറയുന്നതാണ്. എക്സാക്ട് ഫിഗർ തീർച്ചയായും ഇതിന് മുകളിലേക്ക് തന്നെയായിരിക്കും, താഴേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമയ്ക്ക് 95% ഒക്യുപ്പൻസി എന്ന് പറയുന്നത് അത് അത്ഭുതകരവും സന്തോഷകരവുമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഇനി തെലുങ്കിൽ സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു തരംഗമാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ ഒരു സിനിമ തമിഴിൽ ഇറക്കിയില്ല? അത് അണിയറ പ്രവർത്തകർക്ക് വിടുകയാണ്, നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ. എന്താണെങ്കിലും പ്രീസെയിലും ആദ്യ ദിനത്തെ കളക്ഷനിലൂടെ മാത്രമായി സിനിമ തെലുങ്കിൽ നിന്ന് മാത്രം നേടിയത് 25 ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാം ദിവസം 27 ലക്ഷവും നേടി 50 ലക്ഷം കടക്കുന്ന കാര്യങ്ങളിലേക്ക് കണ്ടു. മൂന്നാം ദിവസം വലിയ കുതിച്ച് ഉയർച്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് 40 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അതായത് മൊത്തം 90 ലക്ഷം കഴിഞ്ഞു. അതായത് ഏറെക്കുറെ 1 കോടി എന്നുള്ള ലെവലിലേക്ക് നമുക്ക് സിനിമയെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ പോകുമ്പോൾ ഇനിയും ഗൾഫ് മേഖലയിലുള്ള സിനിമയുടെ ലൊക്കേഷൻ കൗണ്ടുകളിലാണ് ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. UAEയിൽ പുതിയതായി 58 ലൊക്കേഷനും, KSAയിൽ 34 ലൊക്കേഷനും, ഒമാനിൽ 16, ഖത്തറിലും 16 ലൊക്കേഷനും, ബഹ്റൈനിൽ 11, കുവൈറ്റിൽ 3 ലൊക്കേഷൻസും ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ആ ഒരു വാർത്ത തന്നെയാണ്. എന്താണേലും മികച്ച മുന്നേറ്റം നടത്തി സിനിമ കുതിച്ചുയരുമ്പോൾ ഇത് ആ ഒരൊറ്റ കൊമ്പൻ ബോക്സ് ഓഫീസ് ചവിട്ടി മെതിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. അതെ, ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് അടിച്ചാൽ ഏത് റേഞ്ചിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതിൻ്റെ ആ ഒരു കിടപ്പുവശം ഇപ്പോൾ മനസ്സിലാക്കാം. ഇതുവരെയുള്ള ആവറേജോ ബിലോ ആവറേജ് വന്നപ്പോൾ പോലും 200 കോടിക്ക് മുകളിൽ തൂക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇക്കുറി ഏത് റേഞ്ചിൽ പോയി നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തിങ്കളാഴ്ച ദിനം ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും സിനിമയ്ക്ക് പ്രീസെയിലായി എത്തിയിരിക്കുന്നത്. പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡിന് മുകളിൽ റെക്കോർഡിട്ട് തന്നെയാണ് സിനിമ കുതിച്ചു പായുന്നത്. അതായത് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് 1751ഓളം ഷോകളിൽ നിന്ന് 4 കോടി 18 ലക്ഷം രൂപയോളം, അതായത് ഇന്ന് തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ വന്നിരിക്കുന്നു. 4 കോടിക്ക് മുകളിൽ ഒരു സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷനിലൂടെ നമുക്ക് പ്രീസെയിൽ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം 6 തൊട്ട് 8 കോടി വരെയുള്ള റേഞ്ചിൽ. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇങ്ങനെ ഒരു കൊടൂര തൂക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ആദ്യ 50 മണിക്കൂറിൽ 50 കോടി നേടാൻ കഴിഞ്ഞ സിനിമ അടുത്ത 50 മണിക്കൂറിൽ 100 കോടിയിലേക്ക് എത്തും എന്നുള്ളത്. അതിന് സംശയങ്ങളില്ലാത്ത ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത്ര കൊടൂരമായിട്ടുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഡേ 4ൽ 4 കോടി എന്ന മാജിക് ഫിഗറിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം പറയാം, ചൊവ്വാഴ്ച ആ ഒരു ദിവസത്തോടെ അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലത്തേക്ക് സിനിമ 100 കോടിയിലേക്ക് എത്തും. ഇതിനോടകം തന്നെ 4 ദിവസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കളക്ഷനാണ് 84-85 കോടി എന്നുള്ളത്. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകും. അതായത് 3 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 68 തൊട്ട് 70 കോടിയോളമാണ്. അതായത് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിൽ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത് 12 കോടി 10 ലക്ഷം രൂപയാണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടി 30 ലക്ഷം രൂപയാണെങ്കിൽ ഓവർസീസിൽ നിന്ന് 27 ലക്ഷം രൂപ കൂടി വരുമ്പോൾ 41 ലക്ഷം രൂപയായി 2 ദിവസത്തെ കളക്ഷൻ. അവിടെ ഞായറാഴ്ച ദിനത്തെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, സിനിമ 68 തൊട്ട് 70 കോടിയിലേക്ക് എത്തും എന്നുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി 5 കോടിയിലേക്ക് സിനിമ എത്തുന്നു. കേരളത്തിൽ നിന്ന് 21 കോടിയിലേക്ക് എത്തുന്നു. അതേപോലെ ഓവർസീസിൽ നിന്ന് സിനിമ 42.5 കോടിയിലേക്ക് എത്തുന്നു. അങ്ങനെ 68-69 തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കാത്തിരിക്കുകയാണ്. ലാലേട്ടൻ ബോക്സ് ഓഫീസ് കാ ബാപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, ബോക്സ് ഓഫീസിനെ അങ്ങ് തകിടം മറിച്ചിരിക്കുന്നു ഈ ഒരു ലാലേട്ടൻ സ്റ്റോറി എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കാത്തിരിക്കുക. നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ സമയം വരും. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക എന്നുള്ള ആകെ ഒരു പോംവഴിയുള്ളൂ. അല്ലെങ്കിൽ ഇനി എക്സ്ട്രാ ഷോസൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണെങ്കിൽ അത് ആദ്യം അറിയുകയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. ഇന്നും നമ്മൾ തിയേറ്ററുകളിൽ ചെന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യവും അത് തന്നെയാണ്. ഒരുപാട് പേർ ടിക്കറ്റ് എടുക്കാൻ ഡയറക്റ്റ് വന്നിട്ട് ടിക്കറ്റ് കിട്ടാത്ത ഒരു കാര്യം കൂടെ പറയുന്നു. ഇന്നും നമ്മൾ വീഡിയോ
വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററുകളിൽ നിന്നുള്ളത് ഓൾറെഡി ഞായറാഴ്ച രാത്രിയിലത്തെ ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച ദിവസത്തെ ആ ഒരു തിരക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ട് നല്ല ലെവലിലുണ്ട്. പക്ഷേ അത്രയുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് എഫേർട്ട് എടുത്ത് തന്നെയാണ് അതിനുവേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഒരു 25,000 പേരെങ്കിലും മിനിമം ഒരു വീഡിയോ കണ്ടാൽ മാത്രമാണ് നമുക്ക് ആ പോകുന്നതിന് ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സന്തോഷമാണ്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അടുത്ത വീഡിയോ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പല ജില്ലകളിൽ ചെന്ന് അവിടെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുന്നു. ഇപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ഒപ്പം മറക്കണ്ട, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലാൽ സലാം.